RG സിവിൽ സർവീസ് അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം. SSLC സാമൂഹ്യശാസ്ത്ര പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഭൂമിശാസ്ത്രത്തിലെ ഒരു പ്രധാന ചാപ്റ്ററാണ് ഇൻ സെർച്ച് ഓഫ് ദ സോഴ്സ് ഓഫ് വിൻഡ് അഥവാ കാറ്റിൻ്റെ ഉറവിടം തേടി. ഈ ചാപ്റ്ററിൽ നിന്ന് SSLC പരീക്ഷയ്ക്ക് 8 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ചോദിക്കാറ്. ഒരു 5 മാർക്കിൻ്റെ ചോദ്യവും ഒരു 3 മാർക്കിൻ്റെ ചോദ്യവുമാണ് 2016 മുതൽ 2020 വരെയുള്ള SSLC പരീക്ഷകളിൽ ചോദിച്ചിരിക്കുന്നത്. 2016 മുതൽ 20 വരെയുള്ള SSLC മാർച്ച് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ, SSLC മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ, ഫസ്റ്റ് ടെർമിനൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ഇവയെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വീഡിയോ ആണിത്. വളരെ വിശദമായ നോട്ടുകൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇംഗ്ലീഷ് മലയാളം മീഡിയം കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഈ പാഠത്തെ 2 ഭാഗങ്ങളായി തിരിച്ചാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അന്തരീക്ഷ മർദ്ദം, ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്, ആഗോളമർദ്ദ മേഖല, സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് വിൻഡ്, കാറ്റിൻ്റെ വേഗവും ദിശയും. ഇതിൻ്റെ രണ്ടാം ഭാഗത്ത് പ്ലാനറ്ററി വിൻസ്, ആഗോളവാദങ്ങൾ, പീരിയോഡിക് വിൻസ്, കാലികവാദങ്ങൾ, ലോക്കൽ വിൻസ്, പ്രാദേശികവാദങ്ങൾ, സൈക്ലോൺസ് ആൻഡ് ആൻറ്റി സൈക്ലോൺസ്, ചക്രവാതങ്ങൾ, പ്രതിചക്രവാതങ്ങൾ. ഇത്രയുമാണ് ഈ പാഠഭാഗത്തുള്ളത്. ഇതിൻ്റെ രണ്ടാം ഭാഗമാണ്. എന്നാൽ ഇത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയുടെ ആദ്യ ഭാഗമാണ്. ആദ്യ ഭാഗത്തിലേക്ക് നമുക്ക് പോകാം, ചോദ്യങ്ങളിലേക്ക് പോകാം. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അന്തരീക്ഷ മർദ്ദവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. SSLC മോഡൽ ഫെബ്രുവരി 2018 3 മാർക്കിൻ്റെ ചോദ്യമായിട്ട് വന്നതാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ അന്തരീക്ഷ മർദ്ദം, അറ്റ്മോസ്ഫിയറിക് പ്രഷറിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ 3 ചോദ്യങ്ങളുണ്ട്. നെയിം ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണം ഏതെന്ന്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, മെൻഷൻ ദ യൂണിറ്റ് ഫോർ റെപ്രസെൻറ്റിംഗ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അന്തരീക്ഷ മർദ്ദം രേഖപ്പെടുത്തുന്ന ഏകകം. ഏതിനും യൂണിറ്റ് ഉണ്ട്. ഭാരത്തിനാണെങ്കിൽ നമ്മൾ കിലോഗ്രാം എന്ന് പറയുന്ന പോലെ അന്തരീക്ഷ മർദ്ദത്തിന് അത് രേഖപ്പെടുത്തുന്ന ഏകകമുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആവറേജ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ശരാശരി അന്തരീക്ഷ മർദ്ദം എത്രയാണ്. സമുദ്രനിരപ്പിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ശരാശരി അന്തരീക്ഷ മർദ്ദം എത്രയാണ്. ഈ 3 ചോദ്യങ്ങൾക്കും ഉത്തരം നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക. 3 ചോദ്യത്തിന് ഉത്തരം. നെയിം ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. മെർക്കുറി ബാരോമീറ്റർ എന്നുള്ളതാണ്. മെർക്കുറി ബാരോമീറ്റർ. ഇവിടെ നമുക്കൊരു പ്രശ്നമുണ്ട്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ, വാട്ട് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ദ വെയിറ്റ് ഓഫ് അറ്റ്മോസ്ഫിയറിക് എയർ എന്നാണ്. ദ വെയിറ്റ് ഓഫ് അറ്റ്മോസ്ഫിയറിക് എയർ എന്നുള്ളതാണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അതായത് വായു ചെലുത്തുന്ന ഭാരം. ഭൗമോപരിതലത്തിൽ വായു ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷമർദ്ദം. അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ദ വെയിറ്റ് ഓഫ് അറ്റ്മോസ്ഫിയറിക് എയർ. ആ തത്വം നിങ്ങൾ അറിഞ്ഞിരിക്കണം. വായു ചെലുത്തുന്ന ഭാരം, ഭൗമോപരിതലത്തിൽ വായു ചെലുത്തുന്ന ഭാരം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മെൻഷൻ ദ യൂണിറ്റ് ഫോർ റെപ്രസെൻറ്റിംഗ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഹെക്ടോ പാസ്കൽ ഓർ മില്ലി ബാർ. 2 എണ്ണമുണ്ട്, 2 യൂണിറ്റ് ഉണ്ട്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കണക്കാക്കുന്ന ഏകകം എന്ന് പറയുന്നത്, അന്തരീക്ഷ മർദ്ദം രേഖപ്പെടുത്തുന്ന ഏകകം 2 എണ്ണമുണ്ട്, മില്ലി ബാറും ഹെക്ടോ പാസ്കലും. അടുത്തത്, വാട്ട് ഈസ് ആവറേജ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അവിടെ ശരാശരി അന്തരീക്ഷ മർദ്ദം എത്രയാണ്. 1013.2 HPA ആണ്. ശ്രദ്ധിക്കുക, 13.2 HPA ഹെക്ടോ പാസ്കലാണ് ഇവിടെ അന്തരീക്ഷമർദ്ദം എന്ന് പറയുന്നത്. ശരാശരി അന്തരീക്ഷമർദ്ദം എന്ന് പറയുന്നത്. ഈ 3 എണ്ണവും 2019 ചോദിച്ച ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വൈ ഡസ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ വേരി ഫ്രം പ്ലേസ് ടു പ്ലേസ്. വിവിധ പ്രദേശങ്ങളിൽ അന്തരീക്ഷ മർദ്ദത്തിൽ വ്യതിയാനം ഉണ്ടാകാൻ കാരണമെന്ത്. നമുക്കറിയാം, ഈ ചാപ്റ്റർ അന്തരീക്ഷ മർദ്ദത്തെക്കുറിച്ചാണല്ലോ. എല്ലാ സ്ഥലത്തും ഒരേ അന്തരീക്ഷ മർദ്ദമാണോ ഉള്ളത്. ഇവിടെ 2 ചിത്രങ്ങൾ എയും ബിയും ഒക്കെ നൽകിയിട്ടുണ്ട്. ഇത് SSLC മാർച്ച് 2019 ചോദിച്ച 3 മാർക്കിൻ്റെ ചോദ്യമാണ്. വിവിധ പ്രദേശങ്ങളിൽ അന്തരീക്ഷ മർദ്ദത്തിൽ ഇത്തരത്തിലുള്ള വ്യതിയാനം അനുഭവപ്പെടാൻ കാരണം എന്തുകൊണ്ടാണ്. വളരെ ഉയർന്ന ഊട്ടിയിലും കൊടൈക്കനാലിലൊക്കെ പോകുമ്പോൾ ഒരുപക്ഷെ നമുക്ക് കാതടയിൽ നിന്നും കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ ചെവി അടയുന്നത്, അങ്ങനെയുള്ള അവസ്ഥകൾ ഉണ്ടാകുന്നത്? കാരണം എന്തായിരിക്കാം? ഇവിടെ പറയുന്നത് തന്നെ അന്തരീക്ഷ മർദ്ദത്തിലെ വ്യത്യാസമാണ്. ഇവിടെ B എന്ന് പറഞ്ഞ ഒരു പൊസിഷനും അതുപോലെ തന്നെ എ എന്ന് പറഞ്ഞ ഒരു പൊസിഷൻ നൽകിയിട്ടുണ്ട്. ഈ 2 പ്ലേസസിലും വ്യത്യസ്ത അന്തരീക്ഷമർദ്ദങ്ങളാണ്. ഇതിൻ്റെ കാരണം എന്താണ് എന്നാണ്. വിവിധ പ്രദേശങ്ങളിൽ അന്തരീക്ഷമർദ്ദ വ്യതിയാനം ഉണ്ടാകാനുള്ള കാരണങ്ങൾ നമുക്ക് നോക്കാം. ഇവിടെ നോക്കുക. പ്രധാന വ്യതിയാനങ്ങൾ
ശ്രദ്ധിക്കുക. അന്തരീക്ഷമർദ്ദത്തിൽ വ്യതിയാനം ഉണ്ടാകുന്ന കാരണങ്ങൾ 3 എണ്ണമാണ്. ഒന്ന്, ആൾട്ടിറ്റ്യൂഡ്, പ്രദേശത്തിൻ്റെ ഉയരം. അന്തരീക്ഷമർദ്ദ വ്യതിയാനം ഉണ്ടാകുന്ന കാരണങ്ങൾ ഒന്ന് ആൾട്ടിറ്റ്യൂഡാണ്. രണ്ടാമത്തെ ടെമ്പറേച്ചർ, രണ്ടാമത്തെ എന്താണ്? താപമാണ്. മൂന്നാമത്തെ നോക്കുക ഹ്യൂമിഡിറ്റി, ആർദ്രത. അപ്പോൾ 3 കാരണങ്ങൾ കൊണ്ടാണ് അന്തരീക്ഷമർദ്ദത്തിൽ വ്യതിയാനം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ 3 കാരണങ്ങളും എങ്ങനെയൊക്കെയാണ് അന്തരീക്ഷമർദ്ദ വ്യതിയാനം ഉണ്ടാക്കുന്നത് നമുക്ക് പിന്നീട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ചർച്ച ചെയ്യുക. ഇവിടെ ഓൾ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്ന് നൽകിയിട്ടുണ്ട്, അതൊന്നും വേണ്ട. നമുക്ക് ഇവിടെ 3 മാർക്കിൻ്റെ ചോദ്യമാണ്. വ്യതിയാനം ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് അന്തരീക്ഷമർദ്ദത്തിൽ, അതായത് പ്രദേശത്തിൻ്റെ ഉയരം, താപം, ആർദ്രത. അടുത്ത ചോദ്യം നോക്കാം. How do the factors such as temperature, altitude and humidity affect the atmospheric pressure? താപം, ഉയരം, ആർദ്രത എന്നീ ഘടകങ്ങൾ അന്തരീക്ഷമർദ്ദത്തെ സ്വാധീനിക്കുന്നത് എങ്ങനെ? കണ്ടോ, ക്വസ്റ്റ്യൻ മാറി വന്നു. നേരത്തെ ഈ ഘടകങ്ങൾ ഏത് എന്ന് ചോദിച്ചുള്ളൂ. ഘടകങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ ഘടകങ്ങൾ മാത്രം എഴുതിയാൽ മതി. സോഷ്യൽ സയൻസിൻ്റെ പരീക്ഷയ്ക്ക് കൃത്യമായ ചോദ്യങ്ങൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ആ ചോദ്യങ്ങൾക്കനുസരിച്ച് ഉത്തരം എഴുതുക. വലിച്ചു വാരി എഴുതേണ്ടതല്ല. കൃത്യമായ ചോദ്യങ്ങൾ, അവിടെ ഘടകങ്ങൾ മാത്രം ചോദിച്ചു. ഘടകങ്ങൾ ഏതാണ്? ആൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി, താപം, ഉയരം, ആർദ്രത. ഇനി ഇവിടെ ഈ ഘടകങ്ങൾ അന്തരീക്ഷമർദ്ദത്തെ സ്വാധീനിക്കുന്നത് എങ്ങനെ? ഫസ്റ്റ് ടെർമിനൽ എക്സാം 2018 ചോദിച്ച ചോദ്യമാണ്. ഇതെങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? എങ്ങനെയാണ് വ്യത്യസ്ത അന്തരീക്ഷമർദ്ദം ഉണ്ടാക്കുന്നത്? ഈ 3 ഘടകങ്ങൾ നോക്കാം. ഇവിടെ നോക്കാം. ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയംകാർക്കുള്ള നോട്ടാണ്. മലയാളം മീഡിയംകാർക്ക് അടുത്ത പേജിലുണ്ട്. നോക്കാം, ശ്രദ്ധിക്കുക. ഫസ്റ്റ്, ആൾട്ടിറ്റ്യൂഡ്. നമ്മൾ കണ്ടു, അന്തരീക്ഷമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഫസ്റ്റ് പോയിന്റാണ് ആൾട്ടിറ്റ്യൂഡ്. ഇവിടെ ശ്രദ്ധിക്കുക. ദ അറ്റ്മോസ്ഫിയർ പ്രഷർ ഡിക്രീസസ് വിത്ത് ആൾട്ടിറ്റ്യൂഡ് ഡ്യൂ ടു ദ റാരിഫിക്കേഷൻ ഓഫ് ദി എയർ വിത്ത് ആൾട്ടിറ്റ്യൂഡ്. അതായത് എന്താണ്? വിത്ത് ആൾട്ടിറ്റ്യൂഡ് ഡ്യൂ ടു ദ റാരിഫിക്കേഷൻ ഓഫ് എയർ വിത്ത് ആൾട്ടിറ്റ്യൂഡ്. ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ റാരിഫിക്കേഷൻ, അളവ് കുറയുന്നു, വായുവിൻ്റെ അളവ് കുറയുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ വായുവിൻ്റെ അളവ് കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അറ്റ്മോസ്ഫിയർ പ്രഷർ decreases. ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കുക. ദ അറ്റ്മോസ്ഫിയർ പ്രഷർ ഡിക്രീസസ് വിത്ത് ആൾട്ടിറ്റ്യൂഡ് ഡ്യൂ ടു ദി റാരിഫിക്കേഷൻ ഓഫ് എയർ വിത്ത് ആൾട്ടിറ്റ്യൂഡ്. ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ വായുവിൻ്റെ അളവ് കുറയുന്നു, അതുകൊണ്ട് അന്തരീക്ഷമർദ്ദം കുറയുന്നു. എന്തുകൊണ്ടാണ് വായുവിൻ്റെ അളവ് കുറഞ്ഞാൽ എങ്ങനെയാണ് അന്തരീക്ഷമർദ്ദം കുറയുന്നത്? അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? വാട്ട് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ദ വെയിറ്റ് ഓഫ് അറ്റ്മോസ്ഫിയറിക് എയർ. അതായത് ഭൗമോപരിതലത്തിൽ എന്താണ്? വായു ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷമർദ്ദം. അപ്പോൾ വായുവിൻ്റെ അളവ് കുറഞ്ഞാൽ പിന്നെ അറ്റ്മോസ്ഫിയർ പ്രഷർ എന്തായി? സ്വാഭാവികമായിട്ടും കുറയും. അത് തന്നെയാണ്. അപ്പോൾ മുകളിലേക്ക് പോകുന്തോറും, ഉയരം കൂടുന്തോറും എന്ത് ചെയ്യുന്നു? വായുവിൻ്റെ അളവ് കുറയുന്നു, അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയുന്നു. അതിൻ്റെ സെക്കൻഡ് പോയിന്റ് നോക്കുക. അത് എത്ര വീതം കുറയുന്നതെന്ന് നോക്കി. ദ പ്രഷർ ഡിക്രീസസ് അറ്റ് ദി റേറ്റ് ഓഫ് 1 millibar per an altitude of 10 meters. ഓരോ 10 മീറ്റർ മുകളിലേക്ക് പോകുന്തോറും എത്രയാ? 1 millibar അല്ലെങ്കിൽ 1 hectopascal കുറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഉയരം കൂടുന്തോറും അന്തരീക്ഷമർദ്ദം കുറയുന്നു എന്നുള്ളതാണ്. അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. ഇനി ടെമ്പറേച്ചർ നോക്കുക. ഇത് അറ്റ്മോസ്ഫിയർ പ്രഷർ ഡിക്രീസസ് ആസ് ദി ടെമ്പറേച്ചർ ഇൻക്രീസസ് ആൻഡ് വൈസ് വെർസ. നോക്കുക, ടെമ്പറേച്ചർ കൂടുമ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയുന്നു. അതെങ്ങനെയാണ്? ചൂട് കൂടുമ്പോൾ, താപം കൂടുമ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയുന്നു എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ടെമ്പറേച്ചർ ഇൻക്രീസസ്, അറ്റ്മോസ്ഫിയർ പ്രഷർ ഡിക്രീസസ്. ഇവിടെ നോക്കുക. വെൻ ദ എയർ ഗെറ്റ്സ് ഹീറ്റഡ് ഇറ്റ് എക്സ്പാൻഡ്സ് ആൻഡ് അസെൻഡ്. നമുക്കറിയാം, വായുവിന് ചൂട് പിടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? വായുവിന് ചൂട് പിടിച്ചു കഴിഞ്ഞാൽ അത് വികസിക്കും. അതെന്ത് ചെയ്യും? വികസിച്ച് സാന്ദ്രത കുറഞ്ഞ് അത് മുകളിലേക്ക് ഉയർന്നു പോകും. അതാണ് വെൻ ദ എയർ ഗെറ്റ്സ് ഹീറ്റഡ്. എയർ, വായുവിന് ചൂട് പിടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഇറ്റ് എക്സ്പാൻഡ്സ്, അത് വികസിക്കുന്നു. അത് കഴിഞ്ഞാൽ അത് അസെൻഡ്, ഉയർന്നു പൊങ്ങുന്നു. ദിസ് ലീഡ്സ് ടു ദി ലോവറിങ് ഓഫ് അറ്റ്മോസ്ഫിയർ പ്രഷർ. ഇത് എന്തിലേക്ക് നയിക്കുന്നു? അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയുന്നതിന് കാരണമാകുന്നു. കാരണം വായു ഇല്ല, വായു എല്ലാം ചൂട് പിടിച്ച് മുകളിലേക്ക് പോയി. വായു ചൂട് പിടിച്ച് മുകളിലേക്ക് പോയാൽ അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയുന്നു. ആൻഡ് തേർഡ് പോയിന്റ്, ഹ്യൂമിഡിറ്റി. ഹ്യൂമിഡിറ്റി ഈസ് എ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. അതായത് എന്താണ് ഹ്യൂമിഡിറ്റി? വാട്ട് ഈസ് ഹ്യൂമിഡിറ്റി? ഹ്യൂമിഡിറ്റി ഈസ് എ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. അറ്റ്മോസ്ഫിയറിലുള്ള, അന്തരീക്ഷത്തിലുള്ള ജലാംശത്തിൻ്റെ അളവിനെയാണ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലുള്ള ജലാംശത്തിൻ്റെ അളവാണ്. അതായത് ഈ വാട്ടർ വേപ്പർ ഈസ് ദി ലൈറ്റർ ദാൻ എയർ.
അതായത് ഈ ഹ്യൂമിഡിറ്റി അഥവാ നീരാവി, വാട്ടർ വേപ്പർ, ഇത് വായുവിനേക്കാൾ ഭാരം കുറഞ്ഞതാണെന്നാണ് അടുത്ത പോയിന്റ് പറയുന്നത്. ഇഫ് ദ ക്വാണ്ടിറ്റി ഓഫ് ദി വാട്ടർ വേപ്പർ ഈസ് മോർ, വാട്ടർ വേപ്പറിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ കൂടിയാൽ എന്ത് സംഭവിക്കുന്നു? വാട്ടർ വേപ്പർ ഈസ് മോർ ഇൻ എ യൂണിറ്റ് ഓഫ് എയർ, ദെൻ നാച്ചുറലി ദ അറ്റ്മോസ്ഫിയർ പ്രഷർ വിൽ ബി ലെസ്. അപ്പോൾ വാട്ടർ വേപ്പറിൻ്റെ അളവ് വായുവിലെ ഒരു നിശ്ചിത വ്യാപ്തം വായുവിലെ വാട്ടർ വേപ്പറിൻ്റെ അളവ് കൂടിയാൽ, നീരാവിയുടെ അളവ് കൂടിയാൽ അന്തരീക്ഷമർദ്ദം കുറയുന്നു എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വാട്ട് ഈസ് ഹ്യൂമിഡിറ്റി? ഹ്യൂമിഡിറ്റി ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ ദ ഹ്യൂമിഡിറ്റി ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ പ്രസൻറ്റ് ഇൻ ദി അറ്റ്മോസ്ഫിയർ. അന്തരീക്ഷത്തിലെ ജലാംശത്തിൻ്റെ അളവാണ് ഹ്യൂമിഡിറ്റി. വാട്ടർ വേപ്പർ ഈസ് ലൈറ്റർ ദാൻ എയർ. രണ്ടാമത് പറയുന്നു വാട്ടർ വേപ്പർ എയറിനേക്കാൾ വെയിറ്റ് കുറഞ്ഞതാണ്. മൂന്നാമത് പറയുന്നത് ഇഫ് ദ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വേപ്പർ ഈസ് മോർ, വാട്ടർ വേപ്പറിൻ്റെ അളവ് കൂടിയാൽ ഇൻ എ യൂണിറ്റ് വോളിയം ഓഫ് എയർ, ദെൻ നാച്ചുറലി ദ അറ്റ്മോസ്ഫിയർ പ്രഷർ വിൽ ബി ലെസ്. അടുത്ത ഹ്യൂമിഡിറ്റി ആൻഡ് അറ്റ്മോസ്ഫിയർ പ്രഷർ ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഹ്യൂമിഡിറ്റി ആൻഡ് അറ്റ്മോസ്ഫിയർ പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. ഇവിടെ ഹ്യൂമിഡിറ്റി മാത്രമല്ല, ആൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ശ്രദ്ധിക്കുക, ആൾട്ടിറ്റ്യൂഡ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? അറ്റ്മോസ്ഫിയർ പ്രഷർ ഡിക്രീസ് ആകുന്നു. ടെമ്പറേച്ചർ കൂടിയാലും എന്ത് സംഭവിക്കുന്നു? ടെമ്പറേച്ചർ ഇൻക്രീസസ്, അറ്റ്മോസ്ഫിയർ പ്രഷർ ഡിക്രീസസ്. ഹ്യൂമിഡിറ്റി എന്ത് ചെയ്യുന്നു? ഹ്യൂമിഡിറ്റി ഇൻക്രീസസ്, അറ്റ്മോസ്ഫിയർ പ്രഷർ ഡിക്രീസസ്. ഓക്കെ, അടുത്ത നമുക്ക് അതിൻ്റെ മലയാളം ശ്രദ്ധിക്കുക. ഭൂപ്രദേശത്തിൻ്റെ ഉയരം, ആൾട്ടിറ്റ്യൂഡ് ഉയരം. ഒരു സ്ഥലത്തിൻ്റെ ഉയരം കൂടുന്നതിനനുസരിച്ച് വായുവിൻ്റെ അളവ് കുറയുന്നതിനാൽ അന്തരീക്ഷമർദ്ദം കുറയുന്നു. ഓരോ 10 മീറ്റർ ഉയരത്തിനും 1 മില്ലി ബാർ എന്ന മുതലാണ് അന്തരീക്ഷമർദ്ദം കുറയുന്നത്. ഇനി രണ്ടാമത് താപം കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അന്തരീക്ഷമർദ്ദം കുറയുന്നു. എന്തുകൊണ്ടാണ്? അവിടുത്തെ വായു ചൂടുപിടിച്ച് വികസിച്ച് ഉയർന്നു പൊങ്ങുന്നതിനാണ് ഇത് സംഭവിക്കുന്നത്. മൂന്നാമത്തെ അന്തരീക്ഷത്തിലെ ആർദ്രത. അന്തരീക്ഷത്തിലെ നീരാവിയുടെ അളവാണ് ആർദ്രത. നീരാവിക്ക് ഭാരം കുറവായതിനാൽ ആർദ്രത കൂടുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ നീരാവിയുടെ അളവ് കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷമർദ്ദം കുറയുന്നു. ഈ 3 കാരണങ്ങൾ നിങ്ങൾ മലയാളം മീഡിയംകാർ ശ്രദ്ധിക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. SLC മാർച്ച് 2020 വന്ന 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ടു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. കഴിഞ്ഞ SLC പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. വാട്ട് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? അന്തരീക്ഷമർദ്ദം എന്നാൽ എന്ത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. നെയിം ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണം ഏത്? മൂന്നാമത്തെ നോക്കുക. ഹൗ ഡു ആൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ഇൻഫ്ലുവൻസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? ഉയരം, താപനില, ആർദ്രത എന്നീ ഘടകങ്ങൾ അന്തരീക്ഷമർദ്ദത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു? നമുക്ക് ഈ 3 കാര്യങ്ങളും കൂടി നമുക്ക് പരിശോധിക്കാം. ആദ്യത്തേത് നോക്കാം. ഇംഗ്ലീഷ് മീഡിയം നോട്ടാണ്. വാട്ട് ഈസ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ? അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് ദി വെയിറ്റ് ഓഫ് അറ്റ്മോസ്ഫിയറിക് എയർ. നമുക്കറിയാം, ഭൗമോപരിതലത്തിൽ വായു ചെലുത്തുന്ന ഭാരമാണ് അറ്റ്മോസ്ഫിയർ പ്രഷർ. വായുവിൻ്റെ ഭാരമാണ് അറ്റ്മോസ്ഫിയർ പ്രഷർ എന്നറിയപ്പെടുന്നത്. രണ്ടാമത് നോക്കുക. നെയിം ദ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ്. ഇത് നമ്മൾ നോക്കിയതാണ്. മെർക്കുറി ബാരോമീറ്റർ. ഏത് ഇൻസ്ട്രുമെൻ്റ് ഏതാണ് അറ്റ്മോസ്ഫിയർ പ്രഷർ അളക്കുന്നത്? മെർക്കുറി ബാരോമീറ്റർ. ഇനി മൂന്നാമത് നമ്മൾ നോക്കുക. ഹൗ ഡു ആൾട്ടിറ്റ്യൂഡ്, ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി ഇൻഫ്ലുവൻസ് അറ്റ്മോസ്ഫിയർ പ്രഷർ? ഈ 3 ആൾട്ടിറ്റ്യൂഡും ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും എങ്ങനെ അറ്റ്മോസ്ഫിയർ പ്രഷറിനെ സ്വാധീനിക്കുന്നു നോക്കുക. ഇത് 3 കൂടിക്കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയർ പ്രഷർ കുറയും. The atmosphere pressure decreases, temperature increases, atmosphere pressure decreases as the altitude increases, the atmosphere pressure decreases, the humidity increases and vice versa. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ. അപ്പോൾ ഈ 3 എണ്ണവും നമുക്കറിയാം. ടെമ്പറേച്ചറും ആൾട്ടിറ്റ്യൂഡും ഹ്യൂമിഡിറ്റിയും ഇൻക്രീസ് ചെയ്താൽ അറ്റ്മോസ്ഫിയർ പ്രഷർ ഡിക്രീസ് ചെയ്യുന്നു. ഇത് ശ്രദ്ധിക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമായിരുന്നു. നമുക്ക് ഇതിൻ്റെ മലയാളം തന്നെ നോക്കാം. അന്തരീക്ഷമർദ്ദം അന്തരീക്ഷവായു ചെലുത്തുന്ന ഭാരമാണ്. അന്തരീക്ഷമർദ്ദം അന്തരീക്ഷവായു ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷമർദ്ദം. അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണം രസബാരോമീറ്റർ, മെർക്കുറി ബാരോമീറ്റർ ആണ്. അതേപോലെ ഉയരം, താപനില, ആർദ്രത എന്നീ എങ്ങനെ അന്തരീക്ഷമർദ്ദം സ്വാധീനിക്കുന്നത്? ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷമർദ്ദം കുറയുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് അന്തരീക്ഷമർദ്ദം കുറയുന്നു. താപനിലയോ, താപം കൂടുമ്പോൾ വായു വികസിക്കുകയും സാന്ദ്രത കുറഞ്ഞ് അവ മുകളിലേക്ക് ഉയർന്നു വന്നു. അങ്ങനെ അന്തരീക്ഷമർദ്ദം കുറയുന്നു. ആർദ്രത കൂടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അതും അന്തരീക്ഷമർദ്ദം കുറയുന്നു. ഈ 3 കാര്യങ്ങളും കൂടി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. SLC മാർച്ച് 2020 ചോദിച്ച ചോദ്യമാണ്. അടുത്ത സെക്ഷനിലേക്ക് പോകാം. അപ്പോൾ നമ്മളിപ്പം കണ്ടത് അന്തരീക്ഷമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുമാണ്.
ഇതുവരെ കണ്ടത് ആൾട്ടിറ്റ്യൂഡും ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും, ആ മൂന്നെണ്ണം. അത് കഴിഞ്ഞ് അതെല്ലാവർക്കും മനസ്സിലായി. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ സെക്ഷനിലേക്ക് പോവാണ്. നെയിം ദ ഇമാജിനറി ലൈൻസ് ഡ്രോൺ കണക്റ്റിംഗ് പ്ലേസസ് വിത്ത് ഈക്വൽ അറ്റ്മോസ്ഫിയർ പ്രഷർ. തുല്യ അന്തരീക്ഷമർദ്ദം അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? നമുക്കറിയാം എല്ലായിടത്തും അന്തരീക്ഷമർദ്ദം ഒരേപോലെ ഒന്നുമല്ല, എന്നാൽ ചില മേഖലകളിൽ അന്തരീക്ഷമർദ്ദം ഒരേപോലെയാണ്. ആ മേഖലകളെ തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുന്ന രേഖയ്ക്ക് പറയുന്ന പേരെന്താണെന്നുള്ളതാണ്. നമുക്കിവിടെ അതിൻ്റെ ഉത്തരം നോക്കാം. ഐസോബാർസ് എന്നാണ്, സമമർദ്ദ രേഖകൾ എന്നാണ്. ഇവിടെ നോക്കിയേ, ഈ ഭാഗത്ത് ഏതാണ്ട് മഹാരാഷ്ട്രയുടെയും നമുക്കറിയാം ഒഡീഷയുടെയൊക്കെ ഭാഗങ്ങൾ ഇവിടെ നോക്കുക. ഈ ചിത്രത്തിൽ ഇവിടെ 750 HP 750 ഹെക്ടോ പാസ്കലാണ്. ഇവിടെ നോക്ക് 740 ഹെക്ടോ പാസ്കൽ, ഇവിടെ 730 ഹെക്ടോ പാസ്കൽ, ഇവിടെ 720 ഹെക്ടോ പാസ്കൽ. ഇതെന്താണ് ഈ 720, 730, 740, 750, 720, 730? ഇതൊക്കെ എന്താണ്? അന്തരീക്ഷമർദ്ദമാണ്. ഓരോ പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷമർദ്ദം. ഈ മേഖലകളിലെല്ലാം ഒരേ അന്തരീക്ഷമർദ്ദം. ഇവിടെ 720, ഇവിടെ എന്താണ് 730, ഇവിടെ 740. ഈ ലൈന്, ഈ ഇമാജിനറി ലൈനിനെയാണ് ഐസോബാർസ് എന്നറിയപ്പെടുന്നത്. ഐസോബാർസ്. ഇവിടെ HP യും കണ്ടു, LP യും കണ്ടു. എന്താണ് ഈ HP എന്ന് പറഞ്ഞാൽ ഹൈ പ്രഷർ, ഉച്ചമർദ്ദം എന്ന് പറയും. ഹൈ പ്രഷർ ഈ പ്രദേശത്തെ അപേക്ഷിച്ച് ഈ മേഖലകളിൽ, ഇവിടുത്തെ പ്രദേശത്തെ അപേക്ഷിച്ച് ഈ മേഖലകളിൽ ഉയർന്ന മർദ്ദമാണ്. ഇവിടെ 750 HP ആണ്, ഇവിടെ ഉയർന്ന മർദ്ദമാണ്. അപ്പോൾ ഇവിടെ 740 ഉള്ളൂ. അപ്പോൾ ഇതിനെ അപേക്ഷിച്ച് ഇവിടെ എന്താണ്? ഹൈ പ്രഷറാണ്, ഉച്ചമർദ്ദമാണ്. എന്നാൽ ഇവിടെ എന്ത് മർദ്ദമാണ്? LP ആണ്. ഇവിടെ നോക്കി 720 ഉള്ളൂ, ഇവിടെ 720 ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് മർദ്ദമാണ്? LP, ന്യൂനമർദ്ദം. അപ്പോൾ ഉച്ചമർദ്ദവും ന്യൂനമർദ്ദവും ശ്രദ്ധിക്കുക. കാറ്റിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാറ്റ് എന്താണ്? ദ ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഓഫ് ദി എയർ ഫ്രം ഹൈ പ്രഷർ സോൺ ടു എ ലോ പ്രഷർ സോൺ. അപ്പോൾ അവിടെ ഹൊറിസോണ്ടൽ മൂവ്മെന്റ്, കാറ്റെന്ന് പറയുന്നത് ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ് കാറ്റ് വീശുന്നത്. കാറ്റ് വീശുന്നത് എപ്പോഴും ഹൈ പ്രഷറിൽ നിന്ന്, ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്ക് കാറ്റ് വീശുള്ളൂ. അല്ലാണ്ട് ന്യൂനമർദ്ദ മേഖലയിൽ നിന്ന് ഉച്ചമർദ്ദ മേഖലയിലേക്ക് കാറ്റ് വീശില്ല. ഇത് തെറ്റായ രീതിയാണ്. കാറ്റ് വീശുന്നത് എപ്പോഴും എവിടെ നിന്നാണ്? ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്കാണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു ഇമാജിനറി ലൈനെ കുറിച്ച് മാത്രമേ നോക്കിയുള്ളൂ. ഇത് 2018 മാർക്കിൻ്റെ ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അടുത്ത്, റൈറ്റ് ദ 2 ബേസിക് റീസൺസ് ഫോർ ദി ഫോർമേഷൻ ഓഫ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. ആഗോള മർദ്ദമേഖലയുടെ രൂപീകരണത്തിന് അടിസ്ഥാനമായി 2 കാരണം എഴുതാനാണ്. നമുക്കറിയാം, ഭൂമിയിൽ എല്ലായിടത്തും ഒരേ മർദ്ദമല്ല, എന്നാൽ ചിലയിടത്തെല്ലാം ഒരേ മർദ്ദങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. ചിലയിടത്ത് കൂടുതലുണ്ട്, ചിലയിടത്ത് കുറവുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമിയെ എന്ത് ചെയ്യുന്നു? വിവിധ മർദ്ദമേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഭൗമോപരിതലത്തെ വിവിധ മർദ്ദമേഖലകളായിട്ട്. അങ്ങനെ ഈ മർദ്ദമേഖലകളുടെ രൂപീകരണത്തിന് അടിസ്ഥാനമായ 2 കാരണങ്ങൾ. റൈറ്റ് ദ 2 ബേസിക് റീസൺസ് ഫോർ ദി ഫോർമേഷൻ ഓഫ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്. ഇവിടെ ഫസ്റ്റ് ടൈം എക്സാം 2016 വന്ന ചോദ്യമാണ്. 2 മാർക്കിന് 2 പോയിന്റ് മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം. വേരിയേഷൻസ് ഇൻ ദി എമൗണ്ട് ഓഫ് സോളാർ എനർജി റിസീവ്ഡ്. സൗരോർജ്ജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകൾ. വേരിയേഷൻസ് ഇൻ ദി എമൗണ്ട് ഓഫ് സോളാർ എനർജി റിസീവ്ഡ്. സെക്കൻഡ് നോക്കുക, റൊട്ടേഷൻ ഓഫ് ദി എർത്ത്. ഭൂമിയുടെ ഭ്രമണം. 2 കാരണങ്ങൾ കൊണ്ടാണ്. നോക്കുക, ഇത് കണ്ടോ? ഈ മേഖലകൾ എന്താണ്? ഇവിടെ ഒരേ അന്തരീക്ഷമർദ്ദമാണ്. അതേപോലെ ഈ മേഖലകളിൽ ഒരേ അന്തരീക്ഷമർദ്ദമാണ്. ഇങ്ങനെ അന്തരീക്ഷമർദ്ദം ചില മേഖലകളിൽ ഒരേപോലെ അനുഭവപ്പെടാൻ കാരണം ഈ 2 എന്തൊക്കെയാണ്? വേരിയേഷൻസ് ഇൻ ദി എമൗണ്ട് ഓഫ് സോളാർ എനർജി റിസീവ്ഡ്, റൊട്ടേഷൻ ഓഫ് ദി എർത്ത്, അതായത് സൗരോർജ്ജ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിലുകൾ, ഭൂമിയുടെ ഭ്രമണം. ഇനി നമുക്ക് ഈ ആഗോള മർദ്ദ മേഖലയെക്കുറിച്ച്, ഇതെല്ലാം ആഗോള മർദ്ദ മേഖലയാണ്. ചില സ്ഥലങ്ങളിൽ ഒരേപോലെ മർദ്ദം അനുഭവപ്പെടുന്നത്. ഇതിനെക്കുറിച്ചാണ് ഇനി അടുത്ത ചോദ്യങ്ങൾ നോക്കാം. അടുത്ത് SLC മാർച്ച് 2018 ചോദിച്ചാണ്. അതിൽ മോഡൽ എക്സാം 2018 ചോദിച്ചാണ്. 5 മാർക്കിൻ്റെ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. എക്സ്പ്ലെയിൻ ദി ഫോർമേഷൻ ഓഫ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്സ് ആൻഡ് സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്സ്. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകളും ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖലകളും രൂപപ്പെടുന്നത് എങ്ങനെയെന്ന് വിശദമാക്കുക. ഇതൊക്കെ ആഗോള മർദ്ദ മേഖലയുടെ ഭാഗമായിട്ട് വരുന്ന 2 മർദ്ദ മേഖലകളാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഇത് മോഡൽ 2018 ചോദിച്ചതാണ്. വാട്ട് ആർ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ്? ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ആഗോള മർദ്ദമേഖല എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പ്ലെയിൻ ദ ഫോർമേഷൻ ഓഫ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ആൻഡ് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. അതായത് ആഗോള മർദ്ദമേഖല എന്നാൽ എന്ത്? മധ്യരേഖാ ന്യൂനമർദ്ദ മേഖലയിൽ ധ്രുവീയ ഉച്ചമർദ്ദ മേഖലയിൽ രൂപപ്പെടുന്ന സാഹചര്യം വിശദമാക്കുക. ഇവിടെ പറഞ്ഞേക്കുന്ന ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയിൽ രൂപപ്പെടുന്ന എങ്ങനെയാണെന്ന് വിശദമാക്കാനും. അപ്പോൾ ഇതെല്ലാം എന്തുമായി റിലേറ്റ് ചെയ്താണ്? ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്, ആഗോള മർദ്ദ മേഖലയുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ എന്താണ് എഴുതേണ്ടത്? ഇത് പൊതുവായിട്ട് ഞാൻ ഒറ്റ ആൻസർ ആയിട്ടാണ് എഴുതിയേക്കുന്നത്. കാരണം ഏത് വന്നാലും നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഗ്ലോബൽ പ്രഷർ ബെൽറ്റുമായി ബന്ധപ്പെട്ട് ഏത് ചോദ്യം വന്നാലും ഉത്തരം എഴുതാവുന്ന രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെ 2 മർദ്ദമേഖലകൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, എങ്കിൽ 2 എഴുതിയാൽ മതി. പക്ഷേ ഞാൻ നോട്ടിൽ 4 തന്നിട്ടുണ്ട്. ആകെ 4 പ്രഷർ ബെൽറ്റ്സ് ആണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ 4 കുറിച്ചും പഠിച്ചിരിക്കണം. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുള്ളതാണ്. നമുക്ക് അതിൻ്റെ ഉത്തരത്തിലേക്ക് പോകാം. ആദ്യം വാട്ട് ഈസ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്? ഇവിടെ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്താണെന്ന് ആദ്യം നമ്മൾ ഉത്തരം എഴുതിയിരിക്കണം. ഇതിൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ ആദ്യം ഗ്ലോബൽ പ്രഷർ ബെൽറ്റ് എന്താണെന്ന് എഴുതണം. എന്താണ് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്? ഇത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഈസ് യൂണിഫോം ബിറ്റ്വീൻ സർട്ടൈൻ ലാറ്റിറ്റ്യൂഡ്സ്. ചില ലാറ്റിറ്റ്യൂഡിൽ, ചില സർട്ടൈൻ ലാറ്റിറ്റ്യൂഡ്സ്, ഇതാ ഇവിടെ നമുക്ക് കാണാം, ഇതെല്ലാം സർട്ടൈൻ ലാറ്റിറ്റ്യൂഡ്സ്. ഈ ലാറ്റിറ്റ്യൂഡിൽ അറ്റ്മോസ്ഫിയർ പ്രഷർ ഈസ് യൂണിഫോം എന്ന് പറഞ്ഞാൽ ചില അക്ഷാംശങ്ങൾക്കിടയിൽ അന്തരീക്ഷമർദ്ദം ഏറെക്കുറെ ഒരുപോലെയാണ്. ഈ അക്ഷാംശത്തിലും ഇവിടെയൊക്കെ ഒരുപോലെയാണ്. അതുകൊണ്ട് ബേസ്ഡ് ഓൺ ദാറ്റ് ദ എർത്ത് സർഫേസ് ഈസ് ഡിവൈഡഡ് ഇൻറ്റു ഡിഫറൻറ്റ് പ്രഷർ ബെൽറ്റ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൗമോപരിതലത്തെ വിവിധ മർദ്ദമേഖലകളെ തിരിക്കുന്നു. ഈ മർദ്ദമേഖലകളെ ആഗോള മർദ്ദമേഖല എന്ന് വിളിക്കുന്നു. ഇവിടെ നമുക്ക് പല മർദ്ദമേഖലകൾ കാണാൻ പറ്റും. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല, അതുപോലെ മധ്യരേഖ ന്യൂനമർദ്ദ മേഖല. അപ്പോൾ വിവിധ മർദ്ദമേഖലകളായിട്ട് ഭൂമിയെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ഭൗമോപരിതലത്തിൽ ചില അക്ഷാംശങ്ങൾക്കിടെ അന്തരീക്ഷമർദ്ദം ഏറെക്കുറെ ഒരുപോലെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൗമോപരിതലത്തിൽ വിവിധ മർദ്ദമേഖല തിരിച്ചിരിക്കുന്നു. ഈ മർദ്ദമേഖലകളെ ആഗോള മർദ്ദമേഖല എന്ന് വിളിക്കുന്നു. ദ അറ്റ്മോസ്ഫിയർ പ്രഷർ ഈസ് യൂണിഫോം ബിറ്റ്വീൻ സർട്ടൈൻ ലാറ്റിറ്റ്യൂഡ്സ് ബേസ്ഡ് ഓൺ ദാറ്റ് ദി എർത്ത് സർഫേസ് ഈസ് ഡിവൈഡഡ് into different pressure belts. These are known as global pressure belt. ഇനി ഈ ഓരോന്നിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. 4 പ്രഷർ ബെൽറ്റ് ഉണ്ട്. 4 പ്രഷർ ബെൽറ്റിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, 4 പ്രഷർ ബെൽറ്റ്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് ഒന്നാമത്തെ പ്രഷർ ബെൽറ്റാണ്. ഏത്? ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. രണ്ടാമത്തെ പ്രഷർ ബെൽറ്റ് ഏതാണ്? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. ഇത് നോർത്തേൺ ഹെമിസ്ഫിയറിലുണ്ട്, സദേൺ ഹെമിസ്ഫിയറിലുണ്ട്. രണ്ടാമത്തെ പ്രഷർ ബെൽറ്റ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. മൂന്നാമത്തെ പ്രഷർ ബെൽറ്റ് ഏതാണ്? സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. മൂന്നാമത്തേത് സബ് പോളാർ. ഇത് നോർത്തിലും സൗത്തിലുമുണ്ട്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. നാലാമത്തെ പ്രഷർ ബെൽറ്റ് ഏതാണ്? പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ഇവിടെയും ഉണ്ട്, അത് നോർത്തിലും സൗത്തിലുമുണ്ട് പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ശ്രദ്ധിക്കുക, 4 പ്രഷർ ബെൽറ്റ് ഉണ്ട്. ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഇവ ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ നമുക്ക് നോക്കാം. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ് നമുക്ക് നോക്കാം. ഇത് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ 5 ഡിഗ്രി നോർത്ത് ആൻഡ് 5 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്സ്. നമുക്ക് ഈ സെൻട്രൽ കാണുന്ന ഒരു വൈറ്റ് ലൈൻ നമുക്ക് കാണാം. ഇത് 0 ഡിഗ്രിയാണ്. ഇവിടുന്ന് 5 ഡിഗ്രി എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് 5 ഡിഗ്രി എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്, സൗത്തിലേക്കും നോർത്തിലേക്കും. അപ്പോൾ സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ 5 ഡിഗ്രി നോർത്ത് ആൻഡ് 5 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്സ്. ഈ മേഖല സ്ഥിതി ചെയ്യുന്നതാണ് ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. എന്തുകൊണ്ട് ഇതിനെ ലോ പ്രഷർ ബെൽറ്റ് എന്ന് വിളിക്കുന്നു എന്നുള്ളതാണ് ഇനി നമ്മൾ അന്വേഷിക്കേണ്ടത്. ഇത് ഇക്വറ്റോറിയൽ ഏരിയ ആണ്. ഇത് ലോ പ്രഷർ ബെൽറ്റ് എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ആസ് ദി സൺ റേസ് ഫാൾ വെർട്ടിക്കലി ഹിയർ. ഇവിടെ സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇത് ടെമ്പറേച്ചർ വിൽ ബി ഹൈ. അപ്പോൾ ഇത് ആസ് സൺ റേസ് ഫാൾ വെർട്ടിക്കലി ഹിയർ ദ ടെമ്പറേച്ചർ വിൽ ബി ഹൈ. അതുകൊണ്ട് ഇവിടെ സൂര്യപ്രകാശം നേരിട്ട് പതിക്കുന്നുണ്ട്, ഇവിടെ ചൂട് കൂടുതലാണ്. ചൂട് കൂടുമ്പോൾ നമ്മൾ കണ്ടു ഇവിടുത്തെ എയറിന് എന്ത് സംഭവിക്കുന്നു? അത് എന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്യുന്നു, അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, റൈസ് അപ്പ് ചെയ്യുന്നു. ദ ഹീറ്റഡ് എയർ എക്സ്പാൻഡ്സ് ആൻഡ് റൈസ് അപ്പ്. ഇവിടുത്തെ വായു എന്ത് ചെയ്യുന്നു? ഉയർന്നു പൊങ്ങുന്നു. ചൂട് പിടിച്ച് ഇവിടുത്തെ വായു ഉയർന്നു പൊങ്ങും. ഇവിടുന്ന് വായു ഉയർന്നു പൊങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ വായു ഉണ്ടോ? ഈ ഇക്വറ്റോറിയൽ ഏരിയയിൽ വായു ഉണ്ടോ? വായു ഇല്ലാത്തതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? വിൻസ് ആർ വെരി ഫീബിൾ ഹിയർ. ഇവിടെ കാറ്റുകൾ ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ മേഖലയെ ഡോൾഡ്രം ഏരിയ എന്ന് വിളിക്കുന്നു. ഇവിടെ വായു ഇല്ലാത്തതുകൊണ്ട്, ഇവിടെ കാറ്റില്ലാത്തതുകൊണ്ട് ഈ മേഖല എന്ത് വിളിക്കുന്നു? ഡോൾഡ്രം, അതായത് നിർവാത മേഖല എന്ന് വിളിക്കുന്നു. ഇതിൻ്റെ മലയാളം നോട്ട്സുകളുണ്ട്, അത് നിങ്ങൾ നോട്ട്സുകൾ എഴുതിയെടുക്കാം. അപ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അടുത്ത സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. അടുത്ത സെക്ഷൻ നമുക്ക് നോക്കാം. സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. അപ്പോൾ ഇവിടെ വായു ഇല്ലാത്തതുകൊണ്ട് എന്ത് വിളിക്കുന്നു? ഈ ഡോൾഡ്രം ഏരിയ. അതേപോലെ ലോ പ്രഷർ, വായു ഇല്ലെങ്കിൽ പിന്നെ ഇവിടെ പ്രഷർ കുറവാണ്. അതുകൊണ്ട് ഈ മേഖല എന്ത് വിളിക്കുന്നു?
ലോ പ്രഷർ ബെൽറ്റ് എന്ന് വിളിക്കുന്നു. അടുത്ത സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, ഇതിനെ ഹൈ എന്നാണ് പറയുന്നത്, ഹൈ പ്രഷർ ബെൽറ്റ്, HP ആണ്. എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഇതാ ഇവിടുന്ന് ഉയർന്നു പൊങ്ങുന്ന വായു ഉണ്ട്. നമ്മൾ പറഞ്ഞു ഈ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ നിന്ന് ചൂട് പിടിച്ച് ഉയർന്നു പൊങ്ങുന്ന വായു എങ്ങോട്ട് പോകും? ഇതാ ഏത് ഏരിയയിലേക്ക് പോകും? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. അതായത് ഇവിടുന്ന് ഇത് ഇങ്ങോട്ട് നോർത്തിലേക്ക് സൗത്തിലേക്ക് പോകും. അപ്പോൾ ഇവിടുന്ന് ചൂട് പിടിച്ച് വായു ഇങ്ങോട്ട് വന്നതിന് ശേഷം ഇത് എവിടെ വന്ന് നിൽക്കും? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റിൻ്റെ അവിടെ വന്ന് നിൽക്കും. നോക്കാം. സിറ്റുവേറ്റഡ് അറ്റ് ബോത്ത് സൈഡ്സ് ഓഫ് 30 ഡിഗ്രി നോർത്ത് ആൻഡ് 30 ഡിഗ്രി സൗത്ത്. ഇവിടെ ശ്രദ്ധിക്കുക, 30 ഡിഗ്രി നോർത്തിനും 30 ഡിഗ്രി സൗത്തിനും ഇടയിലുള്ള ഭാഗമാണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. ഇതാ ഈ ഭാഗമാണ് 30 ഡിഗ്രി നോർത്ത് ആൻഡ് 30 ഡിഗ്രി സൗത്ത്. ഈ മേഖലയിലുള്ള ഭാഗമാണ് സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. അടുത്തത് ഇത് ഹോട്ട് എയർ അസെൻഡിങ് ഫ്രം ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന ഹോട്ട് എയർ. ഇതാ ഇവിടുന്ന് ഉയർന്നു പൊങ്ങുന്ന ഹോട്ട് എയർ, അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട്. The hot air ascending from the equatorial low pressure belt cools gradually and subsides at the subtropical zone due to the rotation. ഇതെന്ത് ചെയ്യുന്നു? ഈ ഉയർന്നു പൊങ്ങുന്ന എയർ തണുത്ത് ഇവിടെ എത്തിക്കഴിയുമ്പോഴത്തേനും തണുത്ത് ഈ മേഖലകളിൽ കേന്ദ്രീകരിക്കപ്പെടുന്നു. ഈ മേഖലകൾ കേന്ദ്രീകരിക്കാൻ കാരണം ഇവിടെ പറയുന്നുണ്ട് ഡ്യൂ ടു റൊട്ടേഷൻ. ഭൂമിയുടെ ഭ്രമണം മൂലമാണ് ഈ മേഖലകളിൽ ഇവിടെ തന്നെ തങ്ങി നിൽക്കുന്നത്. ഈ മേഖലകളിൽ കേന്ദ്രീകരിച്ച് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? വായു ഇവിടെ ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റിൽ നിന്ന് ഉയർന്നു പോകുന്ന വായു ഇവിടെ വന്ന് കേന്ദ്രീകരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവിടെ എന്ത് പ്രഷറാണ്? വായുവിൻ്റെ എണ്ണം അളവ് കൂടിക്കഴിഞ്ഞാൽ എന്ത് പ്രഷറായിരിക്കും വരുന്നത്? ഹൈ പ്രഷർ. അതുകൊണ്ട് ഈ മേഖല എന്ത് വിളിക്കുന്നു? സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്. ഇനി മൂന്നാമത്തെ നമുക്ക് നോക്കാം. സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. ഇതാണ് ഈ ഏരിയയാണ്. ഇത് വളരെ പ്രത്യേകമായി പഠിക്കേണ്ടതാണ്. എസ്എ ക്വസ്റ്റൻ ആണ്. സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്. ഇത് ഏതൊക്കെ? സിറ്റുവേറ്റഡ് അറ്റ് ബോത്ത് സൈഡ്സ് ഓഫ് 60 ഡിഗ്രി നോർത്ത് ആൻഡ് 60 ഡിഗ്രി സൗത്ത് ലാറ്റിറ്റ്യൂഡ്സിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നതാണ്. ഇനി ശ്രദ്ധിക്കുക. ആസ് ദിസ് സോൺ ഈസ് ക്ലോസ് ടു ദി പോൾ. ഇത് പോളിനോട് അടുത്ത് കിടക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? ഇത് എയർ ഈസ് കോൾഡർ ഹിയർ. ഇവിടെ തണുത്ത വായു ആയിരിക്കും. പോൾ ധ്രുവങ്ങളോട് അടുത്താണ്, പോളിനോട് അടുത്താണ് ഈ പ്രദേശം. തണുത്ത വായുവിന് എന്തായിരിക്കും? സ്വാഭാവികമായിട്ട് ചൂടുവായുവിന് വെയിറ്റ് കുറവാണ്, പ്രഷർ കുറവാണ്. എന്നാൽ തണുത്ത വായുവിന് എന്താണ്? വെയിറ്റ് കൂടുതലാണ്. അപ്പോൾ അവിടെ പ്രഷർ കൂടുതലാകുമല്ലേ ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ എന്താ വന്നിരിക്കുന്നത്? ലോ പ്രഷർ. ഇവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? ലോ പ്രഷർ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ലോ പ്രഷർ എന്ന് എഴുതാൻ കാരണം എന്താണ്? ഇവിടെ തണുത്ത വായുവാണ്, എന്നിട്ടും ഇവിടെ ലോ പ്രഷറാണ്. എന്തുകൊണ്ടാണ്? തണുത്ത വായു എപ്പോഴും അവിടെ പ്രഷർ കൂടാനാണ് സാധ്യത. തണുത്ത വായുവിന് വെയിറ്റ് കൂടുതലാണ്, എന്നിട്ട് ലോ പ്രഷർ ആകാനുള്ള കാരണം ഇവിടെ പറയുന്നുണ്ട്. ബട്ട് ദ എയർ ഈസ് ത്രോൺ എവേ ഡ്യൂ ടു ദി റൊട്ടേഷൻ മൂലം ഇവിടുത്തെ എയർ എന്ത് ചെയ്യുന്നു? ചുഴറ്റി എറിയപ്പെടുന്നു. ഈ ഭാഗത്ത് എയർ ഉണ്ടായില്ല. ഈ റൊട്ടേഷൻ മൂലം, നമ്മുടെ ഭൂമിയുടെ ഭ്രമണം മൂലം ഈ ഭാഗത്ത് എയർ നിലനിൽക്കുകയില്ല. അതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിക്കുന്നു? എന്ത് പ്രഷർ വരുന്നു? ലോ പ്രഷർ ബെൽറ്റ്. അടുത്ത പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് ആണ് അടുത്തത്. അത് പോളാർ റീജിയനിലാണ്. സിറ്റുവേറ്റഡ് അറ്റ് 90 ഡിഗ്രി. ഇതാ ഈ മേഖലയാണ് സിറ്റുവേറ്റഡ് അറ്റ് 90 ഡിഗ്രി നോർത്ത് ആൻഡ് സൗത്തിലാണിത്. ഇവിടെ എന്തായിരിക്കും? നല്ല തണുത്ത വായുവാണ്. ആസ് സിവിയർ കോൾഡ് പ്രിവേൽസ് ഹിയർ ലോ പ്രഷർ ഈസ് എക്സ്പീരിയൻസ്ഡ്. ഇവിടെ നമുക്കറിയാം, ഇവിടെ ലോ പ്രഷർ അല്ല, ഇവിടെ ഹൈ പ്രഷറാണ് എക്സ്പീരിയൻസ്. ആസ് സിവിയർ കോൾഡ് പ്രിവേൽസ് ഹിയർ ഹൈ പ്രഷർ ഈസ് എക്സ്പീരിയൻസ്. ഇവിടെ എന്ത് ചെയ്യുന്നു? ഉയർന്ന മർദ്ദം അനുഭവപ്പെടുന്നു. പോളാർ ഹൈ പ്രഷർ ബെൽറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം എന്താണ്? ഇവിടെ ഹൈ പ്രഷറാണ് അനുഭവപ്പെടുന്നത്. ഈ മേഖലകളിൽ തണുത്ത വായു ആയതുകൊണ്ട് ഇവിടെ ഹൈ പ്രഷർ വരുന്നു. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്, സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്, അതുപോലെ പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്. ഇത് കൃത്യമായി ശ്രദ്ധിക്കണം. ഇത് സിറ്റുവേറ്റഡ് ചെയ്യുന്നത് എവിടെയാണ്, അതിനുശേഷം അത് എന്തുകൊണ്ട് അത് ലോ പ്രഷറായി ഹൈ പ്രഷറായി എന്നുള്ള കാര്യങ്ങൾ നോക്കണം. ഇനി നമുക്ക് അതിൻ്റെ മലയാളം നോട്ടിലേക്ക് വരാം. ഇതിൻ്റെ വ്യാപ്തി ബന്ധിരേഖയുടെ 5 ഡിഗ്രി വടക്കും
തെക്കും വരെയുള്ള അക്ഷാംശങ്ങൾക്കിടയിലാണ്. ഈ മേഖലയിൽ ചൂട് കൂടുതലായതുകൊണ്ട് ഇവിടുത്തെ വായു എന്ത് ചെയ്യുന്നു, ചൂട് പിടിച്ച് മുകളിലേക്ക് ഉയരുന്നു. അതുകൊണ്ട് ഇവിടെ കാറ്റുകൾ ദുർബലമാണ്. അതുകൊണ്ട് ഇതിനെ നിർവാത മേഖല എന്ന് വിളിക്കുന്നു. നിർവാത മേഖല എന്നാണ് വിളിക്കുന്നത്. അടുത്ത രണ്ടാമത്തെ നോക്കാം, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല. ഇവിടെ 30 ഡിഗ്രി നോർത്തിനും 30 ഡിഗ്രി സൗത്തിനും 30 ഡിഗ്രി നോർത്തിനും 30 ഡിഗ്രി സൗത്തിനും ഇടയിലാണ്. അതേപോലെ ഇവിടുന്ന് ചൂട് പിടിച്ച് ഉയർന്ന, അതായത് ഈ മധ്യരേഖയിൽ നിന്ന് ചൂട് പിടിച്ച് ഉയർന്നു പൊങ്ങുന്ന വായു എന്ത് ചെയ്യുന്നു, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയെ കേന്ദ്രീകരിക്കുന്നു. അതിൻ്റെ കാരണം എന്താണ്? ഇത് ഭൂമിയുടെ ഭ്രമണം മൂലം ഇവിടെ കേന്ദ്രീകരിക്കുന്നു. അതുകൊണ്ടാണ് ഇതിനെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എന്ന് പറയുന്നത്. ഉച്ചമർദ്ദമാകാനുള്ള കാരണം എന്താണ്? ഇവിടുന്ന് പൊങ്ങുന്ന വായു ഇവിടെ കേന്ദ്രീകരിച്ച് വായു ഇവിടെ തങ്ങി നിൽക്കുന്നതുകൊണ്ട് ഇവിടെ എന്ത് സംഭവിക്കുന്നു, ഇവിടെ ഉച്ചമർദ്ദ മേഖല. എന്നാൽ ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല, ശരിക്കും പറഞ്ഞാൽ ഇത് ധ്രുവത്തോട് അടുത്താണ് ഈ ഉപദ്രവീയ പ്രദേശം. എങ്കിൽ പോലും എന്ത് സംഭവിക്കുന്നു, ഭൂമിയുടെ ഭ്രമണം മൂലം ഇവിടെ നിന്നുള്ള കാറ്റ് ചുഴറ്റി എറിയപ്പെടുന്നു. അതുകൊണ്ട് ഇവിടെ എന്ത് മർദ്ദം അനുഭവപ്പെടുന്നു, ന്യൂനമർദ്ദം അനുഭവപ്പെടുന്നു. അതാണ് ഇവിടെ പറയുന്നത്. അടുത്തത് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. അത് സ്വാഭാവികമായിട്ടും എന്താണ്, ഇവിടെ തണുത്ത മേഖല, തണുത്ത കാറ്റാണുള്ളത്, തണുത്ത വായുവാണുള്ളത്. അതുകൊണ്ട് ഇവിടെ എന്ത് മർദ്ദമായിരിക്കും, ഇവിടെ ഉച്ചമർദ്ദമായിരിക്കും. അപ്പോൾ ഈ 4 മേഖലകളെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിരിക്കണം. മധ്യരേഖ ന്യൂനമർദ്ദ മേഖല, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല, ഉപദ്രവീയ ന്യൂനമർദ്ദ മേഖല, ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് ടെർമിനലിൽ വന്ന ചോദ്യമാണ്. 2018 2019 ചോദിച്ച ചോദ്യമാണ്. 3 മാർക്സിൻ്റെ ക്വസ്റ്റ്യനാണ്. ഫ്രിക്ഷൻ ഈസ് വൺ ഓഫ് ദി ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി വിൻഡ്. മെൻഷൻ ദി അതർ ഫാക്ടേഴ്സ്. കാറ്റിൻ്റെ വേഗതയും ദിശയും സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണ് ഘർഷണം. മറ്റു ഘടകങ്ങൾ ഏവ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ 2 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന് അറ്റ്മോസ്ഫിയറിക് പ്രഷർ, അതുമായി ബന്ധപ്പെട്ട അറ്റ്മോസ്ഫിയർ പ്രഷറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഘടകങ്ങൾ ആൾട്ടിറ്റ്യൂഡും അതുപോലെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും. അത് നമ്മൾ ആദ്യം പഠിച്ചു. രണ്ടാമത് പഠിച്ചത് ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്, ആഗോളമർദ്ദ മേഖലകൾ. അത് 4 എണ്ണം ഉണ്ട്. ആ 4 എണ്ണം നമ്മളിപ്പം പഠിച്ചു. ഇനി മൂന്നാമത്തെ സെക്ഷനാണ് എന്ത്, വിൻഡ്. വിൻഡിൻ്റെ ഡയറക്ഷനും അതിൻ്റെ സ്പീഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ കാറ്റിൻ്റെ വേഗതയും ദിശയും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. ഫ്രിക്ഷൻ ഈസ് വൺ ഓഫ് ദി ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് സ്പീഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി വിൻഡ്. മെൻഷൻ ദി അതർ ഫാക്ടേഴ്സ്. വാട്ട് ആർ ദി. ഇനി അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ 2 ഘടകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുള്ളൂ. ഒരു ഘടകം പറഞ്ഞ് ഫ്രിക്ഷനാണ്. അപ്പോൾ 2 ഘടകങ്ങളുടെ പേര് മാത്രം എഴുതിയാൽ മതി. ഇവിടെ ചോദിക്കുന്നത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി വെലോസിറ്റി ആൻഡ് ഡയറക്ഷൻ ഓഫ് വിൻഡ്. കാറ്റിൻ്റെ വേഗതയും ദിശയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം. അപ്പോൾ ഇവിടെ 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇതിൽ 2 മാർക്കിൻ്റെ ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യത്തിൽ 2 മാർക്കാണ്, ഇവിടെ 3 മാർക്ക്. കാരണം 3 ഘടകങ്ങളുണ്ട്. ഇവിടെ ഒരു ഘടകം തന്നുകൊണ്ട് 2 മാർക്ക്. നമുക്ക് ആ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. കാറ്റിൻ്റെ വേഗതയും ദിശയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ: പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോഴ്സ്, കൊറിയോലിസ് ഫോഴ്സ്, ഫ്രിക്ഷൻ. ഇതിൽ നമ്മൾ പഠിക്കേണ്ടത് പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോഴ്സ്, കൊറിയോലിസ് ഫോഴ്സ്, ഫ്രിക്ഷൻ. അതായത് മർദ്ദച്ചെരിവ്. എന്താണ് ഈ മർദ്ദച്ചെരിവ്? പലർക്കും സംശയമുള്ള ഭാഗമാണ് എന്താണ് ഈ മർദ്ദച്ചെരിവ് എന്നുള്ളത്. അതേപോലെ കൊറിയോലിസ് ഫോഴ്സ്, കൊറിയോലിസ് പ്രഭാവം, ഫ്രിക്ഷൻ. ഇതാണ് കാറ്റിൻ്റെ വേഗതയെ ദിശയെ സ്വാധീനിക്കുന്നത്. കാറ്റ് എന്താണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. കാറ്റ് എന്തായാണ്? ഇത് ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഓഫ് എയർ ഫ്രം HP ഹൈ പ്രഷർ സോൺ ടു എ ലോ പ്രഷർ സോൺ ഈസ് കോൾഡ് വിൻഡ്. അതായത് ഉച്ചമർദ്ദ പ്രദേശത്ത് നിന്ന് ന്യൂനമർദ്ദ പ്രദേശത്തേക്ക് തിരശ്ചീന തലത്തിൽ വീശുന്നതാണ് എന്ത്, കാറ്റ്. അപ്പോൾ തിരശ്ചീന തലത്തിലാണ് വീശുന്നത്. ഉച്ചമർദ്ദ മേഖലയിൽ നിന്ന് ന്യൂനമർദ്ദ മേഖലയിലേക്ക് തിരശ്ചീന തലത്തിൽ. അതായത് ദ ഹൊറിസോണ്ടൽ മൂവ്മെൻറ്റ് ഓഫ് എയർ ഫ്രം ഹൈ പ്രഷർ സോൺ ടു എ ലോ പ്രഷർ സോൺ ഈസ് കോൾഡ് എന്താണ്, വിൻഡ്. അപ്പോൾ വിൻഡ് എന്താണെന്നുള്ള ആദ്യം അറിഞ്ഞിരിക്കണം. വിൻഡിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പ്രഷർ ഗ്രേഡിയൻറ്റ്, കൊറിയോലിസ് ഫോഴ്സ്, ഫ്രിക്ഷൻ. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇവിടെ നോക്കുക. ഹൗ ഡു ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദി വെലോസിറ്റി ആൻഡ് ഡയറക്ഷൻ ഓഫ് വിൻഡ്? പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോഴ്സ്, കൊറിയോലിസ് ഫോഴ്സ്, ഫ്രിക്ഷൻ. അതായത് ചൂടായി കൊടുത്തിട്ടുള്ള ഘടകങ്ങൾ എങ്ങനെയാണ് കാറ്റിൻ്റെ വേഗതയെ ദിശയെ സ്വാധീനിക്കുന്നത്? നമ്മൾ നേരത്തെ അറ്റ്മോസ്ഫിയർ പ്രഷറുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ കണ്ടായിരുന്നു. ആൾട്ടിറ്റ്യൂഡും ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയും. അത് ആദ്യം അതിൻ്റെ പോയിന്റ് ചോദിച്ചു. പിന്നെ അതെങ്ങനെയാണ് അറ്റ്മോസ്ഫിയർ പ്രഷറിനെ സ്വാധീനിക്കുന്നത് എന്നുള്ളത്, അത് എങ്ങനെയാണ് അറ്റ്മോസ്ഫിയർ പ്രഷറിൽ വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞു. ഇവിടെ എന്താണ് വിൻഡിനെ സ്വാധീനിക്കുന്ന, വിൻഡിൻ്റെ ഡയറക്ഷനും സ്പീഡിനെയൊക്കെ സ്വാധീനിക്കുന്ന 3 ഘടകങ്ങളാണ് ഈ 3 എണ്ണം. മർദ്ദച്ചെരിവ്, അതേപോലെ കൊറിയോലിസ് പ്രഭാവം, ഘർഷണം, പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോഴ്സ്, കൊറിയോലിസ് ഫോഴ്സ്, ഫ്രിക്ഷൻ. ഇത് എങ്ങനെയാണ് കാറ്റിൻ്റെ വേഗത ദിശയെ സ്വാധീനിക്കുന്നതെന്ന് കൃത്യമായൊരു ചോദ്യമുണ്ട്. അത് 5 മാർക്ക് 2017 ചോദിച്ചതാണ്. 3 മാർക്ക് SLC മാർച്ച് 2017 തന്നെ ചോദിച്ചതാണ്. അപ്പോൾ അത് ഓരോന്നും ഈ 3 എണ്ണം നമ്മൾ വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. ആദ്യത്തെ നോക്കുക, പ്രഷർ ഗ്രേഡിയൻറ്റ്. പ്രഷർ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞാൽ മർദ്ദച്ചെരിവ് എന്നാണ്. എന്താ ഈ മർദ്ദച്ചെരിവ്? മർദ്ദച്ചെരിവ് കാണുന്നതിന് നമുക്ക് ആദ്യം ഒരു പിക്ചറിലേക്ക് പോകാം.
ഇവിടെ നോക്കുക, ഇവിടെ ഈ നമ്മുടെ പുസ്തകത്തിലുള്ള ഒരു പിക്ചറാണ്. ഇവിടെ നോക്കുക, ഇവിടെ മർദ്ദ ലൈന്, അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്ന അറ്റ്മോസ്ഫിയർ പ്രഷറുമായി ബന്ധപ്പെട്ടാണ് ഈ ലൈൻസുകൾ. ഇവിടെ 700 HPa 700 ഹെക്ടോ പാസ്കൽ മർദ്ദ അനുഭവപ്പെടുന്ന പ്രദേശമാണ്. ഇവിടെ 710, ഇവിടെ 720, 730, 740, 750. എന്നാൽ ഇവിടെ നോക്കിയേ, ഇവിടെ എന്താണ് വ്യത്യാസം? ഇവിടെ വലിയ അകലമാണ്. 700 കഴിഞ്ഞ് 710 വലിയ അകലമാണ്. അത് കഴിഞ്ഞാൽ 710 നിന്ന് 720 വരുമ്പോൾ വലിയ അകലമുണ്ട്. 730 740 ഇത് വലിയ അകലത്തിലാണ് ഈ മർദ്ദരേഖകൾ കാണപ്പെടുന്നത്. ഇവിടെ അന്തരീക്ഷ മർദ്ദം എന്ത് ചെയ്യുന്നു? അടുത്തടുത്ത് ഒരേ സ്ഥലത്ത് തൊട്ടടുത്ത സ്ഥലങ്ങളിൽ അന്തരീക്ഷ മർദ്ദങ്ങൾ എന്ത് ചെയ്യുന്നു? വ്യത്യാസപ്പെട്ട് കാണുന്നു. അപ്പോൾ ഒരു പ്രദേശത്ത് തന്നെ കൂടുതൽ അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്ന, വ്യത്യസ്ത അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത്. വ്യത്യസ്ത അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ അടുത്തടുത്ത് കാണപ്പെടുന്നു. ഇവിടെ നോക്കിയേ, വ്യത്യസ്ത അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ അകന്നാണ് കാണപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഒരു ഗ്രൗണ്ടിൽ വലിയ ചുഴലിക്കാറ്റുണ്ടാകുന്ന, സ്കൂൾ ഗ്രൗണ്ടുകളിലൊക്കെ ചുഴലിക്കാറ്റുണ്ടാകുന്ന കണ്ടിട്ടുണ്ട്. ആ ഗ്രൗണ്ടിൽ എന്ത് ചെയ്യുന്നു? പല ഭാഗത്ത് പല മർദ്ദമാണ്. അങ്ങനെ ഒരു പ്രദേശത്ത് തന്നെ വിവിധ മർദ്ദം വന്നിട്ടുണ്ടെങ്കിൽ, വിവിധ അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ വലിയ കാറ്റിന് ശക്തി കൂടുതലായിരിക്കും, വലിയ ചുഴലിക്കാറ്റ് വരെ ഉണ്ടാകാം. ഇവിടെ നോക്കിയേ, ഇവിടെ എവിടെയാണ് ഈ എ എന്നുള്ള പിക്ചറിലാണോ ബി എന്ന പിക്ചറിലാണോ കാറ്റിന് ശക്തി കൂടുതൽ? സ്വാഭാവികമായിട്ടും മർദ്ദരേഖകൾ അടുത്തടുത്ത് വരുന്നത്, വ്യത്യസ്ത അന്തരീക്ഷ മർദ്ദം അനുഭവപ്പെടുന്നവ അല്ലെങ്കിൽ വ്യത്യസ്ത അന്തരീക്ഷ മർദ്ദം അടുത്തടുത്ത് വരികയാണെങ്കിൽ എന്തായിരിക്കും? കാറ്റിൻ്റെ ശക്തി കൂടുതലായിരിക്കും. ഇവിടെ കാറ്റിൻ്റെ ശക്തി കൂടുതലാണ്, ഈ മേഖലകളിൽ കാറ്റിൻ്റെ ശക്തി കൂടുതലാണ്. എന്നാൽ ഇവിടെ മർദ്ദം അകന്നതെന്നാണ് കാണുന്നത്. ഈ മേഖലയിൽ ഇവിടെ ഒരു മർദ്ദമാണെങ്കിൽ കുറേ അകന്ന് ആണ് അടുത്ത മർദ്ദ മേഖല കാണപ്പെടുന്നത്. അതുകൊണ്ട് ഇവിടെ കാറ്റ് വളരെ കുറവായിരിക്കും, കാറ്റിൻ്റെ ശക്തി കുറവായിരിക്കും. അതായത് ഒരു ഹൈ പ്രഷറും ഒരു ലോ പ്രഷറും ഉണ്ടെങ്കിൽ മാത്രമേ, ഒരു HPയും ഒരു ലോ പ്രഷറും ഉണ്ടെങ്കിൽ മാത്രമേ, ഒരു ഹൈ പ്രഷറും ഒരു ലോ പ്രഷറും ഉണ്ടെങ്കിൽ മാത്രമേ എന്തുണ്ടാകുകയുള്ളൂ? കാറ്റുണ്ടാകുകയുള്ളൂ. ഹൈ പ്രഷറിൽ നിന്ന് ലോ പ്രഷറിലേക്കാണ് കാറ്റുണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ വളരെ അടുത്തടുത്താണ് ഇവിടെ കാണുന്നത് ഹൈ പ്രഷറും ലോ പ്രഷറും. അതുകൊണ്ട് ഈ മേഖലകളിൽ എന്ത് ചെയ്യും? കാറ്റിൻ്റെ ശക്തി കൂടുതലാണ്. ഇവിടെ കാറ്റിൻ്റെ ശക്തി കൂടുതലാണ്. എന്നാൽ ഇവിടെ എന്താണ്? ഇവിടെ കാറ്റിൻ്റെ ശക്തി കുറവായിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ് അതിൻ്റെ നിർവചനത്തിലേക്ക് പോകാം. നോക്കുക, അതിൻ്റെ നിർവചനം എന്താണെന്ന്. pressure gradient. The change in pressure with the horizontal distance is termed as pressure gradient. The change in pressure with the horizontal distance is termed as pressure gradient. അതായത് തിരശ്ചീന തലത്തിൽ അനുഭവപ്പെടുന്ന മർദ്ദ വ്യത്യാസമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടു അവിടെ രണ്ട് ചിത്രത്തിലെ മർദ്ദ വ്യത്യാസങ്ങൾ കണ്ടു. അപ്പോൾ അത്തരത്തിലുള്ള മർദ്ദ വ്യതിയാനത്തെയാണ് മർദ്ദ ചെരിവ് എന്നറിയപ്പെടുന്നത്. ഇനി രണ്ടാമത് പറയുന്നു, when the pressure difference is more, the pressure gradient is to be steeper and there will be high speed to the wind. അതായത് ഇവിടെ പറയുന്ന മർദ്ദ വ്യത്യാസം ഏറെയെങ്കിൽ, നമുക്കറിയാം നമ്മൾ ആദ്യത്തെ ചിത്രത്തിൽ മർദ്ദ വ്യത്യാസം ഏറെയായിരുന്നു, തൊട്ടടുത്തടുത്ത് മർദ്ദ വ്യത്യാസങ്ങൾ ഏറെ കണ്ടു. അവിടെ മർദ്ദച്ചെരിവ് കൂടുതലാണ്, അവിടെ കാറ്റിൻ്റെ വേഗത കൂടുതലാണ്. അതായത് when the pressure difference is more, the pressure gradient to be steeper. ഇവിടെ നോക്കുക, ഇവിടെ അടുത്തടുത്താണ്, ഇവിടെ എന്താണ് മർദ്ദച്ചെരിവ് കൂടുതലാണ്, ഇവിടെ അടുത്തടുത്താണ് മർദ്ദവ്യത്യാസങ്ങൾ. അതുകൊണ്ട് ഇവിടെ കാറ്റിൻ്റെ ശക്തി കൂടുതലായിരിക്കും, ഇവിടെ കാറ്റിൻ്റെ ശക്തി കുറവാണ്. അപ്പോൾ അതാണ് ആദ്യം പറഞ്ഞേക്കുന്നത്. വെൻ ദ പ്രഷർ ഡിഫറൻസ് ഈസ് മോർ, ദ പ്രഷർ ഗ്രേഡിയൻറ്റ് ഈസ് ടു ബി സ്റ്റീപ്പർ ആൻഡ് ദർ വിൽ ബി ഹൈ സ്പീഡ് ടു ദി വിൻഡ്. മർദ്ദവ്യത്യാസം ഏറെയെങ്കിൽ മർദ്ദച്ചെരിവ് കൂടുതലായിരിക്കും, ഇവിടെ കാറ്റിൻ്റെ വേഗത കൂടുതലാണ്. അതായത് മർദ്ദവ്യത്യാസം കുറവുള്ള പ്രദേശങ്ങളിൽ കാറ്റിൻ്റെ വേഗത കുറയുന്നു. അടുത്ത പോയിന്റിലേക്ക് പോകാം. അടുത്ത പോയിന്റ് കൊറിയോലിസ് ഫോഴ്സാണ്. കാറ്റിൻ്റെ വേഗതയും ദിശയെ സ്വാധീനിക്കുന്ന, വിൻഡിൻ്റെ ഡയറക്ഷനെ സ്പീഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സെക്കൻഡ് പോയിൻ്റാണ് കൊറിയോലിസ് ഫോഴ്സ്. എന്താണ് ഈ കൊറിയോലിസ് ഫോഴ്സ്? നമുക്കറിയാം, നമ്മുടെ ഭൂമിയുടെ ഭ്രമണം നമുക്കറിയാം. ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭൂമിയുടെ കറക്കം മൂലം ഭൂമിയിൽ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന വസ്തുക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ അത് എന്ത് ചെയ്യുന്നു, അത് റൈറ്റിലേക്കായിരിക്കും. അതേപോലെ സതേൺ ഹെമിസ്ഫിയറിൽ അത് ലെഫ്റ്റിലേക്കായിരിക്കും അതിൻ്റെ സഞ്ചാരദിശ. നോക്കാം. ദ ഫ്രീലി മൂവിങ് ബോഡീസ് ഗെറ്റ് ഡിഫ്ലക്റ്റഡ് to the right in the northern hemisphere and to the left in the southern hemisphere due to the rotation. The freely moving bodies get deflected to the right in the northern hemisphere. സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന് എപ്പോഴും നോർത്തേൺ ഹെമിസ്ഫിയറിൽ, അതായത് ഉത്തരാർദ്ധ ഗോളത്തിൽ അതിൻ്റെ സഞ്ചാരദിശയുടെ വലത്തോട്ടായിരിക്കും അത് നീങ്ങുന്നത്. ദക്ഷിണാർദ്ധ ഗോളത്തിൽ സഞ്ചാരദിശയുടെ ഇടത്തോട്ടും ചലിക്കുന്ന ഒരു ബലം. അപ്പോൾ ഇത്
മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്നതോറും കൊറിയലിസ് ബലം വർദ്ധിക്കുന്നു. ഈ പോയിന്റ് ഇല്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കളെ ഭ്രമണം കാരണം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയുടെ വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയുടെ ഇടത്തോട്ടും വ്യതിചലിക്കുന്നു. ദിസ് ഫോഴ്സ് ഇൻക്രീസസ് ആസ് ഇറ്റ് മൂവ്സ് ടുവാർഡ്സ് ദി പോൾസ് ഫ്രം ദി ഇക്വേറ്റർ. ഇത് ധ്രുവങ്ങളിലേക്ക് പോകുന്നതോറും ഇതിൻ്റെ ബലം കൂടുതൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. കൊറിയോലിസ് ഇത് ഇവിടെ കാണുന്നുണ്ട്, അതിൻ്റെ ചിത്രത്തിൽ കാണുന്നുണ്ട്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ അത് വലത്തോട്ടായിരിക്കും പോകുന്നത്. ഒരാൾ നിൽക്കുന്ന ആ പൊസിഷനിൽ നോക്കിയാൽ മതി, അതെല്ലാം വലത്തോക്കേ പോവുള്ളൂ. അതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും വലത്തേക്കാണ്. എന്നാൽ സദേൺ ഹെമിസ്ഫിയർ ദക്ഷിണാർദ്ധഗോളത്തിലാണെങ്കിൽ അത് ഇടത്തോട്ട് ആയിരിക്കും അതിൻ്റേത്. അടുത്ത പോയിന്റിലേക്ക് പോകാം. നമുക്ക് ഫ്രിക്ഷനാണ് മൂന്നാമത്തെ ഘടകം. ഫ്രിക്ഷനാണ്. ദ വിൻഡ്സ് ബ്ലോസ് അറ്റ് ഹൈ സ്പീഡ് ഓവർ എ ഫ്ലാറ്റ് സർഫേസ് വെർ ഫ്രിക്ഷൻ ഈസ് ലോ ആൻഡ് ലോ സ്പീഡ് അറ്റ് ഡിഫിക്കൽട്ട് ടെറൈൻസ് വെർ ദി ഫ്രിക്ഷൻ ഈസ് മോർ. ഇവിടെ പറയുന്നത് കാറ്റിൻ്റെ വേഗതയും ദിശയെ സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ് ഘർഷണം. അത് നമുക്കറിയാം. നല്ല മിനുസമുള്ള പ്രതലത്തിലൂടെ ഒരു ബോൾ ഉരുട്ടി വിട്ടാൽ അത് വേഗത്തിൽ പോകും. എന്നാൽ മണലിലൂടെ ഒരു ബോൾ ഉരുട്ടി വിട്ടാലോ അത് വളരെ സാവധാനത്തിലായിരിക്കും. കാരണം അവിടെ എന്തുണ്ട്, അവിടെ ഗ്രിപ്പുണ്ട് മണലിന്. അപ്പോൾ ഇവിടെ അത് തന്നെയാണ്, കാറ്റിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. നിരപ്പായ പ്രദേശങ്ങളിൽ ഘർഷണം കുറവായതിനാൽ കാറ്റിന് വേഗത കൂടും. വിൻഡ് ഫ്ലോസ് അറ്റ് ഹൈ സ്പീഡ് ഓവർ എ ഫ്ലാറ്റ് സർഫേസ്. നല്ല നിരപ്പായ പ്രദേശങ്ങളാണെങ്കിൽ കാറ്റിന് ശക്തി കൂടുതലാണ്, കാരണം അവിടെ തടസ്സമൊന്നുമില്ല. എന്നാൽ ആൻഡ് ലോ സ്പീഡ് അറ്റ് ഡിഫിക്കൽട്ട് ടെറൈൻസ്, അതായത് ക്രമരഹിതമായ പ്രദേശം, വലിയ കുന്നുകളും പാറക്കെട്ടുകളും മരങ്ങളൊക്കെ ക്രമരഹിതമായ പ്രദേശങ്ങളാണെങ്കിൽ വേർ ദ ഫ്രിക്ഷൻ ഈസ് മോർ, അവിടെ ഘർഷണം കൂടുതലാണ്, അവിടെ കാറ്റിന് ശക്തി കുറവാണ്. ക്രമരഹിത പ്രദേശങ്ങളിൽ ഘർഷണം കൂടുതലായതിന് കാറ്റിന് വേഗത കുറയുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വാട്ട് ഈസ് കൊറിയോലിസ് ഫോഴ്സ്? ഇത് നമ്മൾ കണ്ടതാണ് ഈ ചോദ്യം. കൊറിയോലിസ് ഫോഴ്സ് എന്നാലെന്ത് എന്ന് നമ്മളിപ്പം വ്യക്തമായിട്ട് കണ്ടതാണ്. ഹൗ ഡു ദ കൊറിയോലിസ് ഫോഴ്സ് ഇൻഫ്ലുവൻസ് വിൻസ് ഇൻ നോർത്തേൺ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ? ഇതിൽ നോർത്തേണിലും സദേൺ ഹെമിസ്ഫിയറിലും ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലും ഈ ബലം കാറ്റുകളെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടും നമ്മൾ കണ്ടതാണ്. ഫ്രീലി മൂവിങ് ബോഡീസ് ഗെറ്റ് ഡിഫ്ലക്റ്റഡ് ടു ദി റൈറ്റ് ഇൻ ദി നോർത്തേൺ ഹെമിസ്ഫിയർ, ലെഫ്റ്റ് ഇൻ ദി സദേൺ ഹെമിസ്ഫിയർ. This is due to the force generated as a result of earth rotation, which is known as Coriolis force. അതായത് ഭൗമോപരിധി സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തു ഭൂമിയുടെ ഭ്രമണത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ അവിടെ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലിക്കുന്നു. ഇതിന് കാരണമായ ബലമാണ് കൊറിയോലിസ് ബലം. ഇനി ഇതിന് നോർത്തേൺ ഹെമിസ്ഫിയറിൽ നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞു. ഡിഫ്ലക്ട് ടുവാർഡ്സ് ദ റൈറ്റ്. ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയ്ക്ക് വലതുവശത്തേക്ക് നീങ്ങുന്നു. അതുപോലെ ദക്ഷിണാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയ്ക്ക് ഇടതുവശത്തേക്ക്. അതേപോലെ ദോസ് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ ഡിഫ്ലക്ട് ടുവാർഡ്സ് ദ ലെഫ്റ്റ്. അപ്പോൾ ഈ സെക്ഷൻ നമ്മൾ ആദ്യത്തെ ഈ പാഠത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇപ്പോൾ കവർ ചെയ്ത്. തുടർന്നും നിങ്ങൾക്ക് ഇതിൻ്റെ രണ്ടാം ഭാഗം കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം താഴെയുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.